ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ചെറുപയർ പരിപ്പ് പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എല്ലാവർക്കും ഇഷ്ടമാവുന്നൊരു പായസമാണ് ചെറുപയർ പരിപ്പ് പായസം. അപ്പം ഞാൻ എങ്ങനെയാണ് ചെറുപയർ പരിപ്പ് പായസം ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ചെറുപയർ പരിപ്പ് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ചട്ടി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വന്നാൽ നമുക്ക് ചെറുപയർ പരിപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് ചെറുപയർ പരിപ്പാണ് എടുത്തിരിക്കുന്നത്. 250 ml കപ്പിൽ ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി നെയ്യൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറുപയർ പരിപ്പ് നമുക്ക് ഇങ്ങനെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ പരിപ്പ് കരിഞ്ഞു പോവും. ഇതപ്പോൾ പരിപ്പ് നന്നായിട്ട് തന്നെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള ശർക്കര എടുക്കാം. ഞാൻ 3 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ശർക്കരയിലേക്ക് 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായിട്ടും തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ശർക്കര പാനി വേണം പായസത്തിലേക്ക്. ഇനി പായസം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ ചെറുപയർ പരിപ്പ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഈ ചെറുപയർ പരിപ്പിലേക്ക് 1.5 കപ്പ് തേങ്ങയുടെ 2ാം പാല് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുപയർ പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിൽ വേവിച്ചെടുക്കാം. കുക്കറിലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പരിപ്പ് വെന്ത് കിട്ടും കേട്ടോ. ഞാൻ കുക്കറിലല്ല വേവിച്ചെടുക്കുന്നത്. എനിക്ക് ഒരു അരമണിക്കൂറായിട്ടുണ്ട് ചെറുപയർ പരിപ്പ് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അടച്ചു വെച്ചിട്ടും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ചെറുപയർ പരിപ്പ് വെന്തിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് വെന്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനി നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. അതിൽ കല്ലോ പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നന്നായിട്ട് അരിച്ചെടുത്തിട്ട് നമുക്ക് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ശർക്കരപ്പാനി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കൂടി നമ്മൾ പായസം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ശർക്കരയുടെ ആ ഒരു കുത്തലുണ്ടാവും. ഇങ്ങനെ നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. 15-20 മിനിറ്റ് നമുക്കിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. പായസം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഇത്രയും ആയാൽ മതി. ഇനി പായസം ഇരിക്കുന്നിടത്തോളം ഒന്നും കൂടി കുറുകി വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് 1 ടീസ്പൂൺ ചുക്കുപൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങയുടെ 1ാം പാല്, ഞാനിപ്പോൾ 1/2 കപ്പ് 1ാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1ാം പാല് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മളിനി പായസം തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. 1ാം പാല് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി ചെറുപയർ പായസത്തിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും റൈസൻസും ഒന്ന് നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ, ചെറുപയർ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. നിങ്ങളിൽ ആരെങ്കിലും ഇപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.